ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അതുല്യ ചെറിയ വ്ളോഗ്സ്. അപ്പോൾ ഇന്നൊരു പുറത്ത് പോകണൊരു ട്രാവലിംഗ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. എവിടേക്കും അല്ല, നമ്മളെ എസ് എമ്മിലേക്കാണ് കേട്ടോ. അപ്പം അങ്ങനെ എല്ലാ പ്രാവശ്യവും എസ് എമ്മിൽ പോകണതാണ്, പക്ഷേ ഇപ്പോൾ ഒരു വീഡിയോ ആക്കി ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്നും പോകുമ്പോൾ നമ്മളങ്ങനെ വീഡിയോ ഒന്നും എടുക്കാറില്ല. ഫുൾ പർച്ചേസിങ്ങിലാകുമ്പോൾ പിന്നെ ഈ ഒരു വീഡിയോ എടുക്കാനുള്ളൊരു മൂഡൊന്നും ഉണ്ടാവില്ല, കാരണം ഫുള്ള് പർച്ചേസിങ് അല്ലേ. അപ്പോൾ ആ ഒരു ടൈം ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഒരു ഡിസ്റ്റർബൻസ് ആവും, അതുകൊണ്ട് ഞാൻ എടുക്കാറില്ല. അപ്പോൾ അങ്ങനെ എസ് എം സ്ട്രീറ്റിലൊക്കെ പോയി ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ആദ്യം തന്നെ നമ്മൾ ക്ഷേത്ര ദർശനം പ്ലാൻ ചെയ്തിരുന്നു കേട്ടോ. പെട്ടെന്നൊരു ക്ഷേത്രത്തിൽ പോകണമെന്ന് തോന്നും, അപ്പോൾ തന്നെ പിന്നെ പോവുകയും ചെയ്യും. ഇടയ്ക്കിടയ്ക്കൊരു പോകുമ്പോൾ ഒരു സമാധാനമല്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തറവാട്ടമ്പലത്തിലേക്കാണ് കേട്ടോ വന്നത്. അങ്ങനെ തറവാട്ടമ്പലത്തിൽ പോയിട്ട് വേണം വേറൊരു ക്ഷേത്രത്തിൽ കൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പം പോകുമ്പോൾ ഒന്ന് രണ്ട് ക്ഷേത്രത്തിൽ ഒരുമിച്ച് അങ്ങോട്ട് പോകും. അപ്പോൾ അങ്ങനെ തറവാട്ടമ്പലത്തിലെത്തി. ഞങ്ങളൊരു 9:30 ആയിട്ടുണ്ട് കേട്ടോ എത്തിയപ്പോൾ. ഫുൾ റോഡൊക്കെ നന്നാക്കുന്നത് കൊണ്ട് തന്നെ വഴിയൊക്കെ വേറെയൊക്കെയാണ് പോകുന്നത്. ഫുള്ളിപ്പോൾ ഭയങ്കര നല്ല റോഡൊക്കെ ആക്കി നമുക്ക് സുഖമായിട്ട് പോരാമല്ലോ. അപ്പോൾ അങ്ങനത്തെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് പ്രസാദമൊക്കെ കിട്ടി. അങ്ങനെ മോൾക്കും ഏട്ടനൊക്കെ പ്രസാദം തൊട്ട് കൊടുത്തു. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ അധികം ചിലവഴിച്ചിട്ടില്ലല്ലോ. കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്തതിൻ്റെ ശേഷം ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോരാമെന്ന് വിചാരിച്ചു. വേറൊരു ക്ഷേത്രത്തിലും കൂടെ പോകാനുണ്ട്. അപ്പോൾ അവിടെ എത്തിയിട്ട് പിന്നെ നട അടയ്ക്കുമ്പോൾ പിന്നെ നമുക്കൊരു വിഷമാവില്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വേഗം ഇട്ടിട്ടോ. അവിടെ നിന്ന് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ കേട്ടോ. നമ്മളെ ഹൈലൈറ്റിൻ്റെ അതിലാണ് കേട്ടോ ഞങ്ങൾ പോണേ. നല്ല സൂപ്പർ റോഡാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ എത്തി. അപ്പോൾ അങ്ങനെ ക്ഷേത്രത്തിലെത്തി. അവിടെ ഈ കാണുന്ന ഈ വണ്ടികളൊക്കെ ക്ഷേത്രത്തിലേക്ക് വന്നതാണ് കേട്ടോ. നമ്മൾ റോഡ് സൈഡിൽ വണ്ടി നിർത്തിയിട്ട് ഒരു 500 മീറ്ററൊക്കെ കുറച്ച് നടന്നാൽ മതി. കാരണം അവിടെ വീടുകളൊക്കെ ആയതുകൊണ്ട് തന്നെ ചെറിയ വഴിയാണ്. ഒരു ബൈക്കിനൊക്കെ പോകാനുള്ള വഴിയുള്ളൂ കുറച്ചങ്ങോട്ട്. അപ്പോൾ അവിടെയൊക്കെ വണ്ടി നിർത്തുമ്പോൾ ആളുകൾക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് കുറച്ച് സൈഡിലേക്ക് ഒതുക്കിയിട്ടാണ് കേട്ടോ വണ്ടി വെച്ചത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആളുകളൊക്കെ തൊഴുത് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളാണ് കേട്ടോ ലാസ്റ്റ് വന്നത്. അപ്പം നമ്മളെ എരഞ്ഞിപ്പാലത്താണ് കേട്ടോ അതുള്ളത്. എരഞ്ഞിപ്പാലത്തുള്ള നാഗക്ഷേത്രത്തിലാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ പിന്നെ ഇവിടെ വന്ന് തൊഴുത് കഴിഞ്ഞാൽ പിന്നെയുള്ള ഒരു ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പായസമാണ് കേട്ടോ. നല്ല അടിപൊളി പാൽപ്പായസം കിട്ടും. ഞങ്ങൾ അധികം ഇവിടെ വരുമ്പോൾ ഈ പാൽപ്പായസം കഴിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നതെന്ന് വേണം പറയാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ചില സമയത്ത് 2 ഗ്ലാസ്സൊക്കെ കുടിക്കാറുണ്ട്. നല്ല രസമാണ്. അവിടെ നിന്ന് തന്നെ നമുക്ക് പ്രഭാത ഭക്ഷണം ഉണ്ട് കേട്ടോ. അപ്പോൾ ആ പ്രഭാത ഭക്ഷണം ഇന്ന് ഉപ്പുമാവും കടലക്കറിയായിരുന്നു ഉണ്ടായത്. നല്ല പാൽച്ചായ ഉണ്ടാവും കേട്ടോ. ഒരു സ്പെഷ്യൽ അമ്പലത്തിൽ നിന്നൊക്കെ ഉള്ളൊരു പായസം ഈ പ്രഭാത ഭക്ഷണമൊക്കെ കഴിക്കാൻ നല്ല രസമാണ്. നമ്മളെ വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിലും പക്ഷേ ഇവിടെ നിന്ന് കഴിക്കാൻ എന്തോ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് കഴിച്ച് ഇറങ്ങി ഞങ്ങൾ എസ് എമ്മിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലാണ് കേട്ടോ. അപ്പം ഇത് നമ്മളെ തൊണ്ടയാട് ഫ്ലൈ ഓവറിൻ്റെ മേലെക്കൂടെയാണ് കേട്ടോ പോണേ. എന്ത് നല്ല റോഡായി അറിയോ. നല്ല സുഖമായിട്ട് പോകാൻ പറ്റി. അപ്പോൾ അങ്ങനെ എസ് എമ്മിലെത്തിയൊരു 11:45 ആയി. അപ്പോൾ എനിക്കൊരു ടീഷർട്ടൊക്കെ വാങ്ങണമെന്ന് വെച്ച് ഞങ്ങളങ്ങനെ നമ്മളെ ടോപ്പ് മാളിലേക്ക് പോയതാണ് കേട്ടോ. അപ്പോൾ ടോപ്പ് മാളിൽ നിന്ന് നല്ല അഫോർഡബിൾ പ്രൈസിന് ഒരുപാട് നമുക്ക് സ്റ്റാർട്ടിങ് 99 അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം നമുക്ക് വേണ്ടത് എടുക്കാമല്ലോ. അപ്പോൾ എനിക്കൊരു ടീഷർട്ട് വേണമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ 2 ഇട്ട് നോക്കിയപ്പോൾ എനിക്കിത് പറ്റിയത്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഇട്ട് നടന്ന് നോക്കിയപ്പോൾ ഏട്ടന് ഭയങ്കര വിശപ്പ് എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ കല്യാണ ബിരിയാണി കഴിക്കാൻ പോയതായിരുന്നു. ബ്രദേഴ്സ് കല്യാണ ബിരിയാണി ഉണ്ടല്ലോ. അപ്പോൾ ഇവിടുത്തെ തിരക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലോ എത്രമാത്രം ഉണ്ടാവും ആ ബിരിയാണി എന്നുള്ളത്. അപ്പോൾ നല്ല ബിരിയാണിയാണ്. ഞങ്ങൾ വെയിറ്റിങ്ങിലാണ് കേട്ടോ. അവിടെ നിൽക്കുന്നവരൊക്കെ വെയിറ്റ് ചെയ്യുക, അത്രയും തിരക്കാണ്. അപ്പോൾ അങ്ങനെ ഒരു 5 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്തതിൻ്റെ ശേഷം ഞങ്ങൾ ബിരിയാണി ഞങ്ങളെ മുന്നിലെത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ദം ബിരിയാണി ഉണ്ട്, ചിക്കൻ ചുക്ക ബിരിയാണി ഉണ്ട്, ഫിഷ് ബിരിയാണി ഉണ്ട് കേട്ടോ. അപ്പം ദം ബിരിയാണിക്കും എന്താ പറയുക 130 രൂപയാണ്. ചിക്കൻ ബിരിയാണി ഉണ്ട്, മറ്റേ എന്താ പറയുക ചുക്ക ബിരിയാണി, ചിക്കൻ ചുക്ക, അതിന് 100 രൂപയാണ് കേട്ടോ. പിന്നെ ഫിഷ് ബിരിയാണിക്ക് 140. അധികം ആളുകളും ചിക്കൻ ചുക്ക ബിരിയാണിയാണ് കഴിക്കുന്നത്, കാരണം നല്ല അഫോർഡബിൾ പ്രൈസ് തന്നെയാണല്ലോ. 100 രൂപയ്ക്ക് നമുക്ക് ബിരിയാണി കിട്ടുമല്ലോ. എല്ലാവരും അതാണ് കഴിക്കണത് ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. പക്ഷെ പറയാതിരിക്കാൻ വയ്യ, നല്ല അടിപൊളിയെന്ന് പറയാം, അടിപൊളി. ഞങ്ങൾ ഇടയ്ക്ക് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പം വീഡിയോ ആക്കി ഇടാറൊന്നുമില്ല എന്നുള്ളൂ. ഇപ്പം ഒരു വീഡിയോ ആക്കി ഇടാൻ വിചാരിച്ചിട്ടാണ്. പിന്നെ നമ്മൾ വരുന്ന വഴിയിൽ തന്നെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, ബ്രദേഴ്സ് കല്യാണ ബിരിയാണി എന്നുള്ള. അതിൽ പോകുമ്പോൾ തന്നെ നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മൾ അനസ് കോംപ്ലക്സിലാണ് കേട്ടോ അതുള്ളത്. അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് നടന്ന് വരുമ്പോൾ അവിടെ തന്നെയാണുള്ളത്. അവിടെയുള്ള അധികം ആളുകളും ഇവിടെ നിന്ന് തന്നെയാണ് കഴിക്കണത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് തന്നെ ഒരു ഏട്ടാണുണ്ടോ അവിടെ ബോർഡൊക്കെ പിടിച്ചിട്ടുണ്ട് ബിരിയാണീൻ്റെ.
അപ്പം അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് വയറൊക്കെ ദമ്മായിട്ട് ഞങ്ങൾ പിന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ നെക്സ്റ്റ് പ്ലാനിങ് അതൊന്ന് ഒരുപാട് പർച്ചേസിങ് ഉണ്ടായതുകൊണ്ട് വെറുതെ ഇരിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഫുൾ നടത്തായിരുന്നു. അപ്പോൾ എല്ലാ പ്രാവശ്യം പോകലുണ്ട്. അങ്ങനെ അങ്ങോട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് പോകും. ചില സാധനം എനിക്ക് കിട്ടൂല. അപ്പോൾ പിന്നെ എല്ലാ പ്രാവശ്യം ഇങ്ങനെ വരണം. അങ്ങനെ ഞങ്ങളൊരു ചെരുപ്പൊക്കെ വാങ്ങാൻ ചേട്ടനും ചെരുപ്പ് വാങ്ങാൻ വിചാരിച്ചു, മോൾക്കും ചെരുപ്പ് വാങ്ങണം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ ഏട്ടനൊക്കെ ചെരുപ്പ് കിട്ടി, മോൾക്കും ഞാൻ ചെരുപ്പ് വാങ്ങിച്ചു. അപ്പോൾ അങ്ങനെ ചെരുപ്പൊക്കെ സെറ്റായി അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ അവിടെ നല്ല ഭംഗിയുള്ള ലേഡീസിനായിട്ടും ജെൻസിനായിട്ടുള്ള എല്ലാവർക്കും നല്ല പറ്റിയ ചെരുപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ മോൾക്കും നല്ലൊരു ചെരുപ്പൊക്കെ വാങ്ങി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലായിടത്തും പർച്ചേസിനൊക്കെ പോയാണ്. ഇന്ന സ്ഥലമൊന്നുമില്ല, എല്ലായിടത്തും കയറി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ കിഡ്സിനായാലും എല്ലാവർക്കും നല്ല ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് അവിടെ അങ്ങോട്ട് പോരാൻ പറ്റും തോന്നുന്നില്ല. അപ്പോൾ കുറേ ഫാൻസിലൊക്കെ കയറാനുണ്ടായിരുന്നു, ഡ്രസ്സ് കടയിൽ കയറാനുണ്ടായിരുന്നു. എവിടേക്കാണ് കയറിയതെന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ ബെൽറ്റ് ഹൗസിലാണ് കയറിയത്. ഏട്ടനൊരു ബെൽറ്റ് വാങ്ങാൻ വെച്ചു. പിന്നെ ഒരു അവിടെ തന്നെ ഉണ്ട് കേട്ടോ നമുക്ക് ഈ ക്യാപ്പ് ഉണ്ട്, തണുപ്പിനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല സോഫ്റ്റായിട്ടുള്ള ക്യാപ്പൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ വാങ്ങി ഞങ്ങളങ്ങനെ പിന്നെ SML നിന്ന് അങ്ങനെ വിട പറയാമെന്ന് വിചാരിച്ചു. എന്നാലും പിന്നെയും ഉണ്ടായിരുന്നു കയറാൻ. അങ്ങനെ ഞങ്ങൾ ഈ ലാസ്റ്റിലേക്ക് എത്തിയത് ഗോകുലമാളിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഗോകുലമാളിൽ നമ്മളെ നെസ്റ്റോൻ്റെ 4th ആനിവേഴ്സറിൻ്റെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് അവിടെ. എല്ലാ ആഴ്ചയിലും പോണതാണ്. പക്ഷേ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. ഓഫേഴ്സൊക്കെ ഒന്ന് കാണാമല്ലോ. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനും ഉണ്ടായിരുന്നു. കുറേ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് സാധനമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ പോയത് ഗോകുലത്തിൽ പോയി. ഇങ്ങനെ രാത്രിയിൽ വെള്ളമൊക്കെ ഇങ്ങനെ ചാടിക്കിടണ അതൊക്കെ രാത്രിയാണ് കേട്ടോ ഇവർ ഇങ്ങനെ ഇതാക്കുക. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് നേരം ഇങ്ങനെ നിന്നു. നല്ല ചുവപ്പും പച്ച ലൈറ്റൊക്കെ കത്തിയിട്ട് നല്ല പുകപാർന്ന വെള്ളം ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് നേരം അതൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു. മോൾക്ക് അവിടെ നിന്ന് പോരാൻ തോന്നില്ല. അതിപ്പോൾ കുറച്ചൊന്നും കൂടെ ടൈം അവിടെ നിന്നു ഞങ്ങൾ കേട്ടോ. പിന്നെ ടൈം നോക്കിയപ്പോൾ സമയം 7:30 കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നെസ്റ്റോലൊക്കെ കയറി എപ്പോഴാണ് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങാമെന്ന് അറിയാത്തതുകൊണ്ട് അവളെ എടുത്തിട്ട് വേഗം അങ്ങോട്ട് നെസ്റ്റോയിൽ കയറാമെന്ന് വിചാരിച്ചു. അവിടെ പോയാൽ പിന്നെ ബാഗും നമുക്ക് ഒരു ഭാരം ഒഴിഞ്ഞു കിട്ടും. ഞങ്ങൾ SMന്ന് ഒരുപാട് സാധനങ്ങൾ വാങ്ങിയതുകൊണ്ട് തന്നെ ബാഗ് ഫുള്ളായിരുന്നു. അപ്പോൾ നെസ്റ്റോയിൽ കയറുമ്പോൾ എന്തായാലും അവിടെ നമ്മൾ ബാഗൊക്കെ അവിടെ ഏൽപ്പിക്കാമല്ലോ. നമുക്ക് ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാം. അതൊരു ഉപകാരമാണ്. പിന്നെ മോളെ പിന്നെ ട്രോളിയിൽ ഇരുത്തിയാൽ പിന്നെ ഞാൻ ഫ്രീ ആയല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ എടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ നടന്നു. ആദ്യം തന്നെ നെസ്റ്റോയിൽ കയറി. സത്യം പറഞ്ഞാൽ സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാറുണ്ട് കേട്ടോ. ഈ പ്രാവശ്യം നെസ്റ്റോയിൽ മാത്രമേ കയറിയിട്ടുള്ളൂ. അത് സാധനമൊക്കെ വാങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ സമയം ഒരുപാടായി. അല്ലെങ്കിൽ ഈ ഹൈപ്പർ മാർക്കറ്റിൽ കയറുമ്പോൾ നമുക്ക് ടൈം പോണതേ അറിയില്ല. ആദ്യം തന്നെ അവൾക്കുള്ള ട്രോളിയൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് വലിച്ചിട്ടൊക്കെ കൊണ്ടുവരുന്നുണ്ട് എൻ്റെ അടുത്തേക്ക്. അങ്ങനെ അവളെ ഞാനതിലിരുത്തി ഞങ്ങൾ പർച്ചേസിങ്ങിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടെ ചെന്നപ്പോൾ എന്തൊക്കെ വാങ്ങണം എന്നറിയില്ല. പിന്നെ തിരക്ക് കണ്ടോ, ഈ എത്ര തിരക്കേറെ, ക്യൂ ആണ്. ബില്ലൊക്കെ അടിക്കാൻ ക്യൂ നിൽക്കുകയാണ് ആൾക്കാർ. അത്രമാത്രം തിരക്കാണ്. ഞങ്ങൾ വന്നതുകൊണ്ട് കുറച്ച് നേരം പർച്ചേസൊക്കെ കഴിയുമ്പോഴത്തേക്ക് തിരക്കൊക്കെ ഒഴിയല്ലോ. ഇത് 199 രൂപയുള്ളൂ നമ്മളെ ഗ്രില്ല് ചിക്കന്. അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വാങ്ങാറുണ്ട്. അതുകൊണ്ട് പിന്നെ ഈ പ്രാവശ്യം വാങ്ങിയില്ല. അങ്ങനെ പല പല ഓഫറുകൾ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് വാങ്ങണം എന്നറിയില്ല. അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തതിൻ്റെ ശേഷം ഞങ്ങൾക്ക് വിശന്നപ്പോൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് വിശപ്പില്ലായിരുന്നു, ഏട്ടനും മൂക്കായിരുന്നു വിശപ്പുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പാളയത്ത് പോയിട്ട് നമ്മൾ തട്ടുദോശയാണ് കഴിച്ചത് കേട്ടോ. അപ്പോൾ അവർ രണ്ടാളും തട്ടുദോശയൊക്കെ കഴിച്ചു. ഞാൻ അവിടെ നോക്കി നിന്നു കേട്ടോ. കാരണം എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഹെവി ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ വിശപ്പില്ലായിരുന്നു. ബിരിയാണി കഴിച്ചുകൊണ്ട് എന്തോ എനിക്കപ്പോൾ വിശപ്പില്ലായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റ് കയറിയിട്ട് അൽഫാം മന്തി കഴിക്കാൻ വിചാരിച്ചു. സാധാരണ ഞങ്ങൾ കയറുന്ന സ്ഥലത്തല്ല കയറി. അതിൻ്റെ മുന്നേ എനിക്ക് വിശപ്പ് തുടങ്ങിയപ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ട ആ റെസ്റ്റോറൻറ്റിൽ അങ്ങോട്ട് കയറി. പക്ഷേ വലിയൊരു ഭയങ്കര ഒരു ടേസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. കാരണം ഞങ്ങൾ സാധാരണ കയറുന്ന റെസ്റ്റോറൻറ്റിൽ അടിപൊളിയാണ് ആ ഫുഡ്, അത്രയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും വാങ്ങിയതല്ല വിചാരിച്ചാൽ അങ്ങനെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വിചാരിച്ചു. അപ്പോൾ തന്നെ സമയം നോക്കുമ്പോൾ 11:30 കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സൺഡേ വ്ളോഗ് എന്ന് പറഞ്ഞാൽ. എല്ലാ സൺഡേ ഇങ്ങനെ തന്നെയാണ്, എങ്ങോട്ടേക്കൊക്കെ പുറത്ത് പോവും. അപ്പോൾ SMൽ കുറേ കാര്യങ്ങളൊക്കെ ഇനി വേറെ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ ഒരുപാട് വീഡിയോയിലൊന്നും കൊള്ളിക്കാൻ പറ്റില്ല. അപ്പോൾ ബായ്.